മാതാ അമൃതാനന്ദമയി മഠം തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തി നിർഭരമായി പുരോഗമിക്കുന്നു. രണ്ടാം ദിനത്തിൽ അമ്മയുടെ ദർശനവും സത്സംഗവും ഉടൻ ആരംഭിക്കും. തത്സമയത്തിലേക്ക് മാതൃമഠം മഠാധിപതി ശ്രീ ഋഷി സ്വാമി അടുത്തതായി അമ്മയ്ക്ക് ആരാധന ചെയ്യുന്നതായിരുന്നു. ഡോക്ടർ സുരേഷ് കുമാർ ഗവൺമെന്റ് കൗൺസിലിന്റെ ശ്രീ അനിൽകുമാർ ശ്രീകുമാർ ആരാധന ചെയ്യുന്നതായിരുന്നു. മാതൃസംസ്കൃതിക്ക് വേണ്ടി ശ്രീമതി ജയ അടുത്തതായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഭക്തി നിർഭരം തന്നെയാണ് ഇപ്പോൾ അമ്മയെ ഭക്തർ വന്ന് അമ്മയെ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുകയാണ്. എത്ര സമയമായിരിക്കും അമ്മ ദർശനം നൽകുക? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള? ദേവിക, അല്പസമയം മുമ്പാണ് അമ്മ ഈ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന മണ്ഡപത്തിലേക്ക് വേദിയിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തലസ്ഥാനത്തെ അനന്തപുരിയിലെ പൗരപ്രമുഖർ അമ്മയെ മാലയിട്ട് സ്വീകരിക്കുന്നതാണ്. ഡോക്ടർ കെ ഓമനക്കുട്ടി സംഗീതജ്ഞ, അതോടൊപ്പം തന്നെ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ, അതുപോലെ BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, ശ്രീജിത്ത് പണിക്കർ തുടങ്ങി VS ശിവകുമാർ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇപ്പോൾ ഈ വേദിയിലെത്തുകയും അമ്മയ്ക്ക് പുഷ്പാർച്ചന നടത്തുകയും അതോടൊപ്പം തന്നെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അമ്മയുടെ സത്സംഗവും അതോടൊപ്പം തന്നെ ദർശനവും അടക്കമുള്ള ദർശനവും ഉണ്ടാകുക. അല്പസമയത്തുള്ളിൽ ഈ ഒരു ചടങ്ങ് കഴിയുന്നതോടുകൂടി തന്നെ മറ്റ് ദർശനത്തിൻ്റെയും അതോടൊപ്പം സത്സംഗത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമാകും. അതോടൊപ്പം തന്നെ ദർശനവും ഉണ്ടാകും, തുടർന്ന് ഭജൻസും ഉണ്ടാകും. ഏകദേശം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഉണ്ടാകും. രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഈ ബ്രഹ്മസ്ഥാന മഹോത്സവം. 5 വർഷത്തിന് ശേഷമാണ് അമ്മ അനന്തപുരിയിലേക്ക് എത്തുന്നത് എന്നൊരു സവിശേഷത കൂടിയുണ്ട്. കോവിഡിൻ്റെയൊക്കെ ഒരു മഹാമാരിക്കാലം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു ബ്രഹ്മസ്ഥാന മഹോത്സവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 5 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ അനന്തപുരിയിലേക്ക് എത്തുന്നത് എന്നതോടുകൂടി ആണ് ഈ ഒരു ചടങ്ങിൻ്റെ സവിശേഷത, അതിൻ്റെ ഒരു മാറ്റ് എന്നുകൂടി പറയേണ്ടത്. നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കൈമനത്തെ അമൃതാനന്ദമയി മഠം ആശ്രമത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി, കഴിഞ്ഞ ദിവസവും ആണ് ഈ ചടങ്ങുകളെല്ലാം ആരംഭിച്ച്. ഇന്നത്തെ ചടങ്ങുകളും ഗണപതി ഹോമത്തോടു കൂടിയായിരുന്നു രാവിലെ ആരംഭിച്ചത്. അതിനുശേഷം ഒരു സമൂഹ പൂജ, രാഹുപൂജ നടന്നിരുന്നു. അതിനുശേഷം മറ്റു ചടങ്ങുകളും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള മറ്റു ചടങ്ങുകളും നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദർശനത്തിലേക്ക് അമ്മ വേദിയിലേക്ക് എത്തുകയും ദർശനമടക്കമുള്ള ചടങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും ഈ അമ്മയെ കാണുവാനായി എത്തിയിരിക്കുന്ന പൗരപ്രമുഖരായിട്ടുള്ള ആളുകളുടെ സ്വീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് ദർശനമടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും വലിയൊരു ജനസഞ്ചയം അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. തദ്ദേശീയരും അതുപോലെ തന്നെ വിദേശീയരുമായിട്ടുള്ള നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ അനന്തപത്മനാഭൻ്റെ മണ്ണിൽ അമ്മയുടെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. മണിക്കൂറുകളോളം കഴിഞ്ഞ ദിവസം ദർശനമുണ്ടായിരുന്നു. ഏകദേശം രാത്രി 11 മണിവരെ ഈ ദർശനം തുടർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അവസാനത്തെ ഭക്തനെയും കണ്ടതിന് ശേഷമാണ് അമ്മ മടങ്ങിപ്പോയത്. വീണ്ടും തുടർന്നും ഇന്നത്തെ ദിവസത്തെ ചടങ്ങുകൾക്കും അതോടൊപ്പം തന്നെ പൂജാ കർമ്മങ്ങൾക്കെല്ലാം ശേഷമാണ് ഇപ്പോൾ വീണ്ടും അമ്മയുടെ ഈ ദർശനം ആരംഭിച്ചിരിക്കുന്നത്. ദർശനത്തിന് തുടക്കം കുറിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് ഈ വേദിയിലേക്ക് എത്തിയ അമ്മയെ പൗരപ്രമുഖരെല്ലാം കാണുകയും അതോടൊപ്പം ഹാരാർപ്പണമൊക്കെ നടത്തിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക. എന്തായാലും വലിയൊരു ജനസഞ്ചയം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞതിന് ശേഷം മാത്രമേ ഇന്ന് രാത്രിയോളം ഈ ദർശനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇതോടൊപ്പം തന്നെ ഈ ചടങ്ങിനോടൊപ്പം തന്നെ അമ്മയുടെ ദക്ഷിണ ഭാരതത്തിൻ്റെ പര്യടനം കൂടി ആരംഭിക്കുകയും ചെയ്യും.
5 വർഷങ്ങൾക്ക് ശേഷമാണ് അനന്തപുരിയിലെ മണ്ണിലേക്ക് അമ്മ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയൊരു ജനസഞ്ചയം ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തരുടെ ഈ ഇത്തരത്തിലുള്ള കൂട്ടമായിട്ടുള്ള കൂട്ടം കണക്കിലെടുത്തുകൊണ്ട് വലിയ വിപുലമായ സജ്ജീകരണങ്ങളും മഠത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. അതായത് യാത്രാ സൗകര്യങ്ങളടക്കം, അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഭക്തർക്ക് താമസം, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഇപ്പോഴും ഇവിടെ മഠത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ജനസഞ്ചയം തന്നെയാണ്. അമ്മയുടെ ഭക്തരുടെ ഒരു വലിയ ജനസഞ്ചയം ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5 വർഷത്തെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 5 വർഷങ്ങൾക്ക് ശേഷം അനന്തപുരിയിലേക്ക് എത്തുന്നു എന്നൊരു സവിശേഷത കൂടി എന്തായാലും ഈ ചടങ്ങിനുണ്ട്. കൈമനം ആശ്രമത്തിലെ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ അമ്മ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പൗരപ്രമുഖരുടെ ഹാരാർപ്പണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ചടങ്ങുകളിലേക്ക് ഇപ്പോൾ കടക്കുകയും ചെയ്യും. അമ്മ അല്പസമയം മുമ്പാണ് വേദിയിലേക്ക് എത്തിയത്. ദേവിക.